Next we have the problem. Show that the two functions e raised to t, e raised to 2t are linearly independent. Linearly independent ആയിരുന്നു. എന്തായിരുന്നു ഡെഫിനേഷൻ? അവരുടെ ലീനിയർ കോമ്പിനേഷൻ സീറോനോട് ഇക്വേറ്റ് ചെയ്ത സമയത്ത് പോലെ ലീനിയർ കോമ്പിനേഷൻ ആൽഫ ബീറ്റ എന്തും എടുക്കാം, അല്ലെങ്കിൽ a1 b1 ഇഷ്ടമുള്ള വേരിയബിൾ എടുക്കാം. അങ്ങനെ ഈ ആൽഫ ബീറ്റ ഇവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെ അവരുടെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ സീറോനോട് ഇക്വേറ്റ് ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോൾ ആൽഫയും ബീറ്റയും സീറോ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇംപ്ലൈസ് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു സീറോ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, അതർവൈസ് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓബ്വിയസ്ലി ആൽഫ ബീറ്റയും സീറോ ആവും. നോക്കാം നമുക്ക്. ആൽഫ ഇ റേസ് ടു ടി പ്ലസ് ബീറ്റ ഇ റേസ് ടു ടി സീറോ എന്ന് പ്രൂവ് ചെയ്യണം. ഇതിൽ സീറോ എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി ഇതൊന്നും ആൽഫ ബീറ്റ സീറോ എന്ന് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് ഡെറിവേറ്റീവ് എടുക്കുന്നത്. രണ്ട് ഇക്വേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് ഡെറിവേറ്റീവ് എടുക്കുക, ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പൊ എന്ത് ചെയ്യും? ആൽഫ കോൺസ്റ്റന്റ് ഇ റേസ് ടു ടി ഡെറിവേറ്റീവ് ഇ റേസ് ടു ടി തന്നെ, ബീറ്റ കോൺസ്റ്റന്റ് അങ്ങനെ എഴുതി, ഇ റേസ് ടു ടി ഡെറിവേറ്റീവ് 2 ഇ റേസ് ടു ടി അല്ലെ. ഇ റേസ് ടു ടി ഡെറിവേറ്റീവ് എന്താ? ഇ റേസ് ടു 2t പിന്നെ 2t ഡെറിവേറ്റീവ് ആയ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 ഇ റേസ് ടു ടി. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ബീറ്റ ഇ റേസ് ടു ടി ഈക്വൽ ടു 0. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക, രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുക. ഫസ്റ്റ് സെക്കൻഡ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആൽഫ ഇ റേസ് ടു ടി ആൽഫ ഇ റേസ് ടു ടി കട്ടാവും. ബാക്കി എന്താ പറയുക? ബീറ്റ ഇ റേസ് ടു ടി അല്ല 2 ബീറ്റ ഇ റേസ് ടു ടി എന്ന് ബീറ്റ ഇ റേസ് ടു ടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരു ബീറ്റ ഇ റേസ് ടു ടി എന്ന് വരും. അത് 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്യുക. ഇ റേസ് ടു ടി ഒരിക്കലും 0 ആവില്ല അല്ലെ. ഇ റേസ് ടു ടി 0 ആവാത്തതുകൊണ്ട് നമ്മൾ എന്തെടുക്കുക? ബീറ്റ 0 എന്ന് കിട്ടി. ബീറ്റ 0 ഇവിടെ കൊടുത്താലോ? ബീറ്റ 0 എന്നുള്ള വാല്യൂ ഇവിടെ കൊടുത്താൽ ആൽഫയും 0 ആയി. കിട്ടിയില്ലേ? അതായത് അവരുടെ ലീനിയർ കോമ്പിനേഷൻ നമ്മൾ സീറോനോട് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആൽഫയും ബീറ്റയും 0 ആയിട്ട് കിട്ടി. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതിന് ഡെറിവേറ്റീവ് എടുത്തു. ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, വാല്യൂസ് നമുക്ക് അറിയുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാമായിരുന്നു. നമ്മൾ ഓർഡേർഡ് പെയർ ഒക്കെ ആണെങ്കിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ ഓർഡേർഡ് പെയർ ഒന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇക്വേഷൻ കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടു. എന്നിട്ട് അതിനെ രണ്ടും കൂടി കമ്പയർ ചെയ്ത് സബ്ട്രാക്ട് ചെയ്തിട്ട് ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചു, ദെൻ ആൽഫയുടെ വാല്യൂ. ആൽഫ ബീറ്റ 0 എന്ന് കിട്ടിയത് കൊണ്ട് ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ഇൻ C01. ഇവിടെ പർട്ടിക്കുലർലി പറഞ്ഞിട്ടുണ്ട് C01 ഇൻഡിപെൻഡന്റ് എന്ന് കാണിക്കാൻ. C01 എന്താ? കളക്ഷൻ ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ 01. ക്ലോസ്ഡ് ഇന്റർവൽ 01 ഡിഫൈൻ ചെയ്തിരിക്കുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ കളക്ഷൻ ആണ് C01. അപ്പൊ അതിൽ എടുക്കുന്ന രണ്ട് ഫംഗ്ഷൻസ് ആണ് ഇ റേസ് ടു ടിയും ഇ റേസ് ടു 2t. ഓക്കെ, അടുത്ത പ്രോബ്ലം. Determine whether the set S equal to 1 plus x plus x square plus 1 is a subset of P2. എന്താ ഈ P2? collection of all എന്തായിരുന്നു? P2 collection of all polynomials of degree less than or equal to 2. പോളിനോമിയൽസിന്റെ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയിട്ടുള്ള പോളിനോമിയൽസിന്റെ കളക്ഷൻ. അപ്പൊ 0th ഡിഗ്രി പോളിനോമിയൽസ് വരും, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് വരും, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ്, അങ്ങനെയുള്ള പോളിനോമിയൽസിന്റെ കളക്ഷൻ ആണ് P2 അല്ലെ. Pn എന്തായിരുന്നു? കളക്ഷൻ ഓഫ് ഓൾ പോളിനോമിയൽസ് ഹൂസ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയിട്ടുള്ള പോളിനോമിയൽസിന്റെ കളക്ഷൻ. ഓക്കെ, പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് ഓർ ലീനിയർലി ഡിപെൻഡന്റ്. ഈ ഒരു സെറ്റ് ഏത് സെറ്റ്? എവിടെ നിർത്ത സെറ്റാ? P2ന്റെ ഒരു സബ്സെറ്റ് ആണ് അല്ലെ. ഈ എലമെന്റ്സിന്റെ ഒക്കെ ഡിഗ്രി എന്താ? ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 2. അപ്പൊ മാക്സിമം ഡിഗ്രി 2 അല്ലേ വരുന്നുള്ളൂ. ഏതൊരു പോളിനോമിയൽ എടുത്താലും മാക്സിമം ഡിഗ്രി 2. അപ്പൊ ഇതൊരു P2ന്റെ സബ്സെറ്റ് ആണ്. അതേപോലെ ഈ സെറ്റ് എന്താന്ന് കാണിക്കണം? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്നു. ആൽഫ ഇൻറ്റു ഫസ്റ്റ് വൺ പ്ലസ് ബീറ്റ ഇൻറ്റു സെക്കൻഡ് വൺ പ്ലസ് ഗാമ ഇൻറ്റു തേർഡ് വൺ ഈക്വൽ ടു 0. ഓക്കെ, ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് വെച്ചു. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ആൽഫ ബീറ്റ ഗാമയൊക്കെ 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്ത് ചെയ്യാ? നമുക്ക് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ആൽഫ ഇൻറ്റു ഇതൊന്ന് ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ആൽഫ ഇൻറ്റു 1 ആൽഫ പ്ലസ് ആൽഫ എക്സ് പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ബീറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഗാമ എക്സ് സ്ക്വയർ പ്ലസ് ഗാമ ഈക്വൽ ടു 0. അപ്പൊ എന്തൊക്കെ വരും? കോഷ്യന്റ് ആൽഫ ഇവിടെ ഉണ്ട്, ഒരു ഗാമ ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ ആൽഫ പ്ലസ് ഗാമ ഒരുമിച്ച് എഴുതി. പിന്നെ എക്സിന്റെ കൂടെ എന്തുണ്ട്? ഇവിടെ ആൽഫ എക്സും വന്നു, ഇവിടെ ഒരു ബീറ്റ എക്സും വന്നു. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് കിട്ടിയില്ലേ. പിന്നെ എക്സ് സ്ക്വയറിന്റെ കൂടെ ഉള്ളത് ഒന്ന് ബീറ്റ എക്സ് സ്ക്വയറും ഗാമ എക്സ് സ്ക്വയറും. ഗാമ എക്സ് സ്ക്വയർ പ്ലസ് ബീറ്റ എക്സ് സ്ക്വയർ കോമൺ ഏതാ? എക്സ് സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു ഗാമ ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു 0 എന്ന് എഴുതി. എക്സിന്റെയും എക്സ് സ്ക്വയറിന്റെ ടേം ഒരുമിച്ച് എഴുതി. ഓക്കെ അല്ലേ. ഇവിടെ റൈറ്റ് സൈഡ് കിടക്കുന്നത് 0യാ. അതായത് റൈറ്റ് സൈഡിൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 0 ആണ്, എക്സിന്റെ കോഎഫിഷ്യന്റും 0 ആണ്, എക്സിന്റെ കോഎഫിഷ്യന്റ് 0 ആണ്, കോൺസ്റ്റന്റ് ടേമും 0 ആണ് അല്ലെ. റൈറ്റ് സൈഡിൽ 0 എന്ന് എഴുതിക്കണം. ഇത്രയും ടേം 0. അപ്പോ ഈ ആൽഫ പ്ലസ് ഗാമ 0, എക്സിന്റെ കൂടെയുള്ള ആൽഫ പ്ലസ് ബീറ്റ 0, എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള ബീറ്റ പ്ലസ് ഗാമയും 0. ഓക്കെ, ഇത് മൂന്നും കൂടി സോൾവ് ചെയ്യുക. ഇത് മൂന്നും കൂടി എങ്ങനെ സോൾവ് ചെയ്യുക? ഇത് നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ബീറ്റ പോവും. ആൽഫ മൈനസ് ഗാമ, അപ്പൊ എന്നിട്ടും ആൽഫ മൈനസ് ഗാമ 0, ആൽഫ പ്ലസ് ഗാമ 0. വീണ്ടും എന്ത് ചെയ്ത് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ എന്തിട്ടും 2 ആൽഫ 0, വിച്ച് മീൻസ് ആൽഫ 0.
ആൽഫ 0 ഇവിടെ കൊടുത്ത ഗാമ 0, ആ ഗാമ 0 ഇവിടെ കൊടുത്ത ബീറ്റ 0. അപ്പൊ ആൽഫയും ബീറ്റയും ഗാമയും 0 ആയിട്ട് കിട്ടിയില്ലേ. അതായത് നമ്മളത് സോൾവ് ചെയ്തിട്ട് ആ ഒരു ലീനിയർ കോമ്പിനേഷൻ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ആൽഫ ബീറ്റ ഗാമയുടെ വാല്യൂ 0 ആണ്. വിച്ച് മീൻസ് ദീസ് 3 വെക്ടേഴ്സ് അല്ലെങ്കിൽ ആ 3 പോളിനോമിയൽസ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ക്ലിയർ? സോ നെക്സ്റ്റ് ബേസിസ് എന്നുള്ള കോൺസെപ്റ്റ്. നമ്മൾ ലീനിയർ സ്പാൻ പറഞ്ഞല്ലേ. എന്താ സ്പാൻ? സ്പാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഏതൊരു എലമെന്റ് എടുത്താലും നമ്മൾ എടുക്കുന്ന സെറ്റ്, ഇപ്പൊ നോക്കൂ, ഈ ഒരു സെറ്റ് നമ്മുടെ പോളിനോമിയൽസ് P2നെ സ്പാൻ ചെയ്യണമെന്നാണെങ്കിൽ P2ൽ ഏതൊരു എലമെന്റ് എടുത്താലും ഈ 3 എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? P2 ഈക്വൽ ടു സ്പാൻ എസ് എന്ന് പറയാം. സ്പാൻ എസ്. ഇങ്ങനെ സ്പാൻ എസ് എന്ന് പറയണമെങ്കിൽ P2ൽ ഏത് എലമെന്റ് എടുത്താലും എസ്സിൽ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റണം. അതാണ് സ്പാൻ ചെയ്യണു എന്നുള്ളതിന്റെ മീനിങ്. അങ്ങനെ നമ്മൾ ഇപ്പൊ പറഞ്ഞ 2 ഡെഫിനേഷനും കൂടി ചേരും. അതായത് V എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട്, ഒരു B എന്ന് പറയുന്നത് വിയുടെ സബ്സെറ്റ് ആണ്. ഫോർ എനി സബ്സെറ്റ് is said to be a basis if B has the following properties. First one is B is linearly independent. First property, linearly independent. Linearly independent എന്ന് വെച്ചാൽ എന്താ? ബിയിലെ എലമെന്റ്സിനെ ലീനിയർ കോമ്പിനേഷൻ എടുത്ത് 0നോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഎഫിഷ്യന്റ് ഒക്കെ എന്തായിട്ട് പോകണം? 0 ആയിട്ട് പോകണം. അതാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് മീനിങ്. സോ അതേപോലെ എന്താവണം? അത് സ്പാൻ ചെയ്യണം. സ്പാൻ ബി എന്തായിരിക്കണം? വി ആയിരിക്കണം. അല്ലെങ്കിൽ വിനെ സ്പാൻ ചെയ്യണം. ഈ 2 പ്രോപ്പർട്ടി. വിനെ സ്പാൻ ചെയ്യണം, അതേപോലെ ബി ലീനിയർലി ഇൻഡിപെൻഡന്റും ആയിരിക്കണം. ഈ 2 പ്രോപ്പർട്ടി എന്തൊക്കെയായിരിക്കണം? സ്പാൻ ചെയ്യണം, ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഈ 2 പ്രോപ്പർട്ടി മറക്കല്ലേ. ഈ 2 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ അതിനെ ബേസിസ് എന്ന് വിളിക്കാം. ബേസിസ് ഓഫ് എ വെക്ടർ സ്പേസ്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ മുന്നേ ഒരു സ്പാൻ ചെയ്ത കാര്യം പറഞ്ഞില്ലേ? 1 0 0 1. ഏത് എലമെന്റ് XY എടുത്താലും ഏത് എലമെന്റ് R2 എടുത്താലും എനിക്ക് എങ്ങനെ എഴുതാം? x into 1 0 plus y into 0 1. ഞാൻ 1 0ന്റെയും 0 1ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് ഏത് എലമെന്റ് XY R2 ഏത് എലമെന്റ് XY എടുത്താലും 1 0ന്റെയും 0 1ന്റെയും ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റി. അപ്പൊ ഈ സെറ്റ് എന്താണ്? സ്പാൻ എസ് ഈക്വൽ ടു R2 ആണ്. സ്പാൻ R2നെ സ്പാൻ ചെയ്യുന്നുണ്ട്. ഇനി ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നോക്കുക. എന്ത് ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ 2 എലമെന്റ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് നോക്കാം. എന്ത് ചെയ്താൽ മതി? ആൽഫ ഇൻറ്റു 1 0 ചെയ്തിട്ടുണ്ട് അല്ലെ. ബീറ്റ ഇൻറ്റു സം 0 1 ഈക്വൽ ടു 0 0 അല്ലെ, 0നോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടോ നോക്കുക? ആൽഫയും 0 ബീറ്റയും 0. ഇതെന്താ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ആൽഫ ബീറ്റ എന്ന് കിട്ടും ആഡ് ചെയ്യുമ്പോൾ, വിച്ച് ഇസ് ഈക്വൽ ടു 0 0, വിച്ച് മീൻസ് ആൽഫയും 0 ബീറ്റയും 0. കിട്ടിയോ? അപ്പൊ ആൽഫയും ബീറ്റയും 0 എന്ന് കിട്ടി, വിച്ച് മീൻസ് they are linearly independent. അതേപോലെ സ്പാനും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് എന്താണ്? R2ന്റെ ഒരു ബേസിസ് ആണ്. കിട്ടിയോ? R2ന്റെ ഒരു ബേസിസ് ആണ് ഇത് 1 0 0 1. അങ്ങനെ Rn ഒരു ജനറൽ കേസ് എടുക്കുകയാണെങ്കിൽ Rന്റെ ബേസ് എന്തായിരിക്കും? നമ്മൾ മുന്നേ പറഞ്ഞുള്ള സെറ്റ് ഏതാ? ഫസ്റ്റ് എലമെന്റ് 1, ബാക്കിയുള്ളവരെല്ലാവരും 0 1 0 0 0 എക്സെട്ര 0 1 0 0 എക്സെട്ര അങ്ങനെ എക്സെട്ര 0 0 0 n 1. ആ ഒരു n എലമെന്റ്സ് ഉള്ള സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയും. ഇതിന് വിളിക്കുന്ന പേര് സ്റ്റാൻഡേർഡ് ബേസിസ്. E1 E2 En. E1 എന്താ? ഫസ്റ്റ് എലമെന്റ് 0, ഫസ്റ്റ് എലമെന്റ് 1, ബാക്കി എല്ലാവരും 0. അങ്ങനെ E2 E3 En ഈ എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അവർ ലീനിയർലി ഇൻഡിപെൻഡന്റും ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്പാൻ ചെയ്യണമെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്പാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഏത് എലമെന്റ് x1 x2 എക്സെട്ര xn എവിടെ എടുത്തു കഴിഞ്ഞാൽ n ടുപ്പിൾ Rnൽ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? സം x1 ഇൻറ്റു E1 അല്ലെങ്കിൽ 1 0 0 0 എക്സെട്ര പ്ലസ് x2 ഇൻറ്റു E2 പ്ലസ് എക്സെട്ര പ്ലസ് xn en എന്ന് എഴുതാൻ പറ്റും. അതായത് E1 E2 എക്സെട്ര En ന്റെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതി. ഏതൊരു എലമെന്റ് എടുത്താലും E1 E2 എക്സെട്ര En ന്റെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പൊ സ്പാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ലീനിയർ കോമ്പിനേഷൻ എടുക്കുക, ഈക്വൽ ടു 0 കൊടുക്കുക, കോഎഫിഷ്യന്റ് ഒക്കെ 0 ആണെന്ന് കാണിച്ചെടുക്കുക. നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് ദിസ് സെറ്റ് ഏതായത് 1 0 0 0 എക്സെട്ര 0 0 0 1 0 1 0 എക്സെട്ര 0 0 0 1 ഈ ഒരു സെറ്റ് E1 E2 എക്സെട്ര പേര് കൊടുത്തിരിക്കാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി പേര് കൊടുത്തുന്നേ ഉള്ളൂ. ആ ഒരു ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് സ്പാനും ചെയ്യുന്നുണ്ട്, ലീനിയർലി ഇൻഡിപെൻഡന്റും ആണ്. അതുകൊണ്ട് അതൊരു ബേസിസ് ആണ്. ഈ ബേസിസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ബേസിസ് ഓർ കനോണിക്കൽ അല്ലെങ്കിൽ നാച്ചുറൽ ബേസിസ് എന്നൊക്കെ വിളിക്കാം. Rന്റെ സ്റ്റാൻഡേർഡ് ബേസിസ്. ഓക്കെ അല്ലേ? ഇനി 1 x എക്സെട്ര x റേസ് ടു n ഇതെന്തിന്റെ ബേസ് ആയിരിക്കും? Pn എന്താ? കളക്ഷൻ ഓഫ് ഓൾ പോളിനോമിയൽസ് ഹൂസ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n അല്ലെ. മാക്സിമം n ഡിഗ്രി വരുന്ന പോളിനോമിയൽസിന്റെ കളക്ഷൻ ആണ് Pn. അപ്പൊ Pnലെ എലമെന്റ്സിന്റെ ജനറൽ ഫോർമാറ്റ് എന്താ? a0 പ്ലസ് a1 x പ്ലസ് ഞാൻ പറഞ്ഞു തന്നില്ലേ എക്സെട്ര പ്ലസ് an x റേസ് ടു n. ഈ ഫോർമാറ്റ് ആയിരിക്കും ഒരു Pnലെ ഒരു ജനറൽ എലമെന്റ് ഉണ്ടാവുക. a0 a1 ഒക്കെ 0 ആയി പോയാലും കുഴപ്പമില്ല. ഓക്കെ, an 0 ആവാൻ പാടില്ല. an 0 an 0 ആവും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറഞ്ഞില്ല. അപ്പൊ an 0 ആയാലും കുഴപ്പമില്ല. ഇത്തരത്തിലുള്ള പോളിനോമിയൽസിന്റെ കളക്ഷൻ ആണ് Pnലുള്ളത്. ഓക്കെ അല്ലേ? ഈ പോളിനോമിയൽസിനെ 1
എക്സ് എക്സ് സ്ക്വയർ എക്സെട്ര എക്സ് റേസ് ടു എൻ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ ഇട്ടല്ലേ എഴുതിക്കണേ. അപ്പോൾ 1x എക്സ് സ്ക്വയർ എക്സെട്ര എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് ഇവരെ സ്പാൻ ചെയ്യും ലീനിയർലി ഇൻഡിപെൻഡന്റും ആയിരിക്കും. നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ അത് ചെയ്യുന്നുണ്ട്. ഇതാ നോക്കിയേ, അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു. ഇതിന്റെ 1x എക്സെട്ര എക്സ് റേസ് ടു ലീനിയർ കോമ്പിനേഷൻ എങ്ങനെ എടുക്കാം? ആൽഫ നോട്ട് പ്ലസ് ആൽഫ 1x പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n എക്സ് റേസ് ടു എൻ സീറോനോട് ഇക്വേറ്റ് ചെയ്തു. അപ്പൊ എന്നിട്ട് ആൽഫ നോട്ട് 0, ആൽഫ 1 0, ആൽഫ n വരെ 0, എല്ലാ കോഎഫിഷ്യന്റ് 0 ആയി കഴിഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. ഓക്കെ, അതേപോലെ ഇവിടെ സ്പാൻ ചെയ്യണ്ടോന്ന്, ഏതൊരു എലമെന്റ് എടുത്താലും ഏതൊരു പോളിനോമിയൽ എടുത്താലും നമുക്ക് ഇവരുടെ 1 എക്സെട്ര എക്സ് റേസ് ടു എൻ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് സ്പാനും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് പറയാൻ പറ്റും? സ്പാൻ ബി എന്ന് പറയുന്നത് പി എൻ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ എഴുതിയിരിക്കുന്ന ഏത് സെറ്റ് അത് 1x എക്സെട്ര എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് പി എന്നിന്റെ ഒരു സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്. പി എന്റെ സ്റ്റാൻഡേർഡ് ബേസ് ആണ് അത്. തൊട്ട് മുന്നേ പറഞ്ഞത് ആറിന്റെ സ്റ്റാൻഡേർഡ് ബേസിസ്. ഓക്കെ അല്ലേ? സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കനോണിക്കൽ നാച്ചുറൽ എന്നൊക്കെ പറയാം. ഓക്കെ അല്ലേ? ഇനി ഇതിൽ നമ്മൾ കോർഡിനേറ്റ്സ് എഴുതില്ലേ ഒന്ന് നോക്കിയേ. ഇപ്പൊ നോക്കൂ, ഞാനൊരു എലമെന്റ് വി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് എന്റെ ബേസിസ് എന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്നത് x1 x2 എക്സെട്ര xn. ഓക്കെ, ബി എന്ന് പറയുന്നത് നമ്മുടെ വെക്ടർ സ്പേസ്. അതിന് എലമെന്റ് സ്മോൾ ബി ചൂസ് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെ ഏതൊരു വി എടുത്താലും ഈ എലമെന്റ് ബേസിസ് ആണെങ്കിൽ എന്താണ് സ്പാൻ ചെയ്യുന്നത്? സ്പാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് എലമെന്റ് എടുത്താലും ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റും. ലീനിയർ കോമ്പിനേഷൻ ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ എന്താ, ഈ x1 x2 എക്സെട്ര xn ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റി. അതിൽ ആ കോഎഫിഷ്യന്റുകൾ ഉണ്ടല്ലോ, ഇത് യുണീക്ക് ആയിരിക്കും. ഈ കോഎഫിഷ്യന്റുകൾ യുണീക്ക് ആയിരിക്കും. C1 C2 എക്സെട്ര Cn ഇവരെ വിളിക്കുന്ന പേരാണ് കോർഡിനേറ്റ്സ് ഓഫ് വി റിലേറ്റീവ് ടു ദ ബേസിസ് ബി. ഈ ബേസിസിലെ എലമെന്റ്സിൽ നോക്കി x1 x2 എക്സെട്ര xn ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതിയപ്പോൾ ആ കോഎഫിഷ്യന്റുകൾ ഉണ്ടല്ലോ, ആ കോഎഫിഷ്യന്റ് വിളിക്കുന്ന പേരാണ് കോർഡിനേറ്റ്സ് ഓഫ് വി റിലേറ്റീവ് ടു ദ ബേസിസ് ബി. ഈ ബി ബേസിസ് ബി എന്ന് പറഞ്ഞ ബേസിസിനെ ബേസിസിലാണല്ലോ നമ്മൾ എഴുതിയേ. ആ ബേസിസിന്റെ രീതിയിലാണ് നമ്മൾ എഴുതിയേ. ബേസിസിലെ എലമെന്റ്സിന്റെ കോമ്പിനേഷൻ ഒക്കെ എഴുതിയേ. അപ്പൊ നമുക്ക് എന്താ പറയാം? അങ്ങനെ എഴുതുന്ന ഈ കോമ്പിനേഷനിലെ കോഎഫിഷ്യൻസിനെ കോർഡിനേറ്റ്സ് ഓഫ് വി റിലേറ്റീവ് ടു ദ ബേസിസ് ബി എന്ന് പറയാം. ഓക്കെ, അത്രേ ഉള്ളൂ. വി ഹാവ് എ പ്രോബ്ലം. എസ് ഈക്വൽ ടു 1 1 മൈനസ് 1 2. ഇത് R2ന്റെ ഒരു ബേസിസ് ആണെന്ന് കാണിച്ചു കൊടുക്കാം. ബേസിസ് ആണെന്ന് കാണിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യണം? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിച്ചു കൊടുക്കണം. സ്പാൻ ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കാം. സ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് വൈ ഒരു ജനറൽ എലമെന്റ് എടുക്കുക. R2 ഒരു ജനറൽ എലമെന്റ് എന്ന് പറയുമ്പോൾ എക്സ് വൈ. ഈ എക്സ് വൈനെ അല്ലെങ്കിൽ എ ബി ഏതൊരു ജനറൽ എലമെന്റ് എടുത്താലും മതി. ഈ എലമെന്റ് ഇപ്പൊ ഇവിടെ എ ബി ആണ് എടുക്കണമെങ്കിൽ എ ബി എടുത്താലും മതി. എ ബി എന്ന് പറയുന്ന ഒരു എലമെന്റിനെ ഏതിന്റെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റണം? ഈ 1 - 1ന്റെയും -1 2ന്റെയും ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റണം. അതാണ് സ്പാൻ ചെയ്യുക. ലീനിയർലി ഇൻഡിപെൻഡന്റ് ചെയ്യുക. ആ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്ത് 0നോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കോഎഫിഷ്യൻസ് 0 ആണോ നോക്കുക. അങ്ങനെ കോഎഫിഷ്യൻസ് 0 ആവുകയാണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവും. ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഞാൻ എടുക്കുന്ന എലമെന്റ് ഒരു ജനറൽ എലമെന്റ് എ ബി എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ആദ്യം ലീനിയർലി ഇൻഡിപെൻഡന്റ് കാണിക്കാനായിട്ട് ഒരു കോമ്പിനേഷൻ എടുക്കുക. എങ്ങനെയാ? ലീനിയർ കോമ്പിനേഷൻ 1 1ന്റെയും -1 2ന്റെയും ലീനിയർ കോമ്പിനേഷൻ സം എ ഇൻറ്റു ഏത് കോഎഫിഷ്യന്റ് എടുക്കാം? ആൽഫയോ ബീറ്റയോ അല്ലെങ്കിൽ എയോ ബിയോ എന്ത് വേണമെങ്കിൽ എടുക്കാം. സോ എ ഇൻറ്റു 1 1 പ്ലസ് ബി ഇൻറ്റു -1 2 എന്തിനോട് ഇക്വേറ്റ് ചെയ്യുക? 0നോട് ഇക്വേറ്റ് ചെയ്യാം. ഇതൊന്ന് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക എ മൈനസ് ബി. അടുത്ത കോഎഫിഷ്യന്റ് എ പ്ലസ് 2b a plus 2b which is equal to 0 0. When the a minus b equal to 0, a plus 2b equal to 0. Okay, which is a minus b 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ a equal to b. a minus b equal to 0 ഉണ്ട്. a plus 2b equal to 0 രണ്ടും കൂടി ആഡ് ചെയ്താലോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്താലോ? സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ a ക്യാൻസൽ ആവും. ബാക്കി എന്തുണ്ട്? 3b equal to 0 ആഡ് ചെയ്യുമ്പോൾ 3b 0 ആണെങ്കിൽ b 0. അതാ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എയും 0. അപ്പൊ എയും ബിയും 0 ആണെന്ന് കിട്ടി. ഓക്കെ അല്ലേ? a equal to 0, b equal to 0, which means they are linearly independent. S എന്ന് പറഞ്ഞ സെറ്റ് linearly independent ആയി. ഇനി എന്തെടുക്കുക? R2 ഒരു ജനറൽ എലമെന്റ് എക്സ് വൈ എന്ന് എടുത്തു. ഓക്കെ, അതിൽ എലമെന്റ്സ് ഒക്കെ ഓർഡർഡ് പേരുകളല്ലേ, അതുകൊണ്ട് നമ്മൾ എലമെന്റ് എക്സ് വൈ എന്ന് എടുത്തു. ഏതൊരു എക്സ് വൈ എടുത്താലും ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റുന്നുണ്ടെന്ന് കാണിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? മുന്നേ നമ്മൾ എന്ത് ചെയ്തു? a ഇൻറ്റു 1 1 പ്ലസ് ബി ഇൻറ്റു -1 2 0 0 ഇക്വേറ്റ് ചെയ്തപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? a ഇൻറ്റു 1 1 പ്ലസ് ബി ഇൻറ്റു -1 2 എക്സ് വൈനോട് ഇക്വേറ്റ് ചെയ്യുക. ഒരു എലമെന്റിനോട് ഇക്വേറ്റ് ചെയ്യുക. അതായത് ഏതൊരു എലമെന്റ് എക്സ് വൈ എടുത്താലും ഈ 1 1ന്റെയും -1 2ന്റെയും ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റുന്ന കാണിച്ചു കൊടുക്കല്ലേ വേണ്ടേ? അപ്പൊ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റുന്ന കാണിച്ചു കൊടുക്കാം. നമുക്ക് എയും ബിയും കണ്ടുപിടിക്കലാ ചെയ്യേണ്ടത്. ഓക്കെ, കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ തൊട്ട് മുന്നിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? a minus b a plus 2b. അത് എക്സ് വൈനോട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ a minus b ഈക്വൽ ടു എക്സ്, a plus 2b ഈക്വൽ ടു y. നമുക്ക് എന്ത് വേണം? എയുടെയും ബിയുടെയും വാല്യൂ വേണം. ഓക്കെ അല്ലേ? രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്തു. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ a ക്യാൻസൽ ആയി. ബാക്കി എന്തുണ്ട്? 3b ഈക്വൽ ടു y മൈനസ് എക്സ്. 3b ഈക്വൽ ടു y മൈനസ് എക്സ്. അപ്പൊ b എന്താ? y മൈനസ് എക്സ് ബൈ 3. y മൈനസ് എക്സ് ബൈ 3. ഓക്കെ, അത് അങ്ങനെയാണെങ്കിൽ ആ ബിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് a ഈക്വൽ ടു ബി പ്ലസ് എക്സ്, അല്ലെ ഈ ബി ഇപ്പുറത്ത് വരുമ്പോൾ a ഈക്വൽ ടു ബി പ്ലസ് എക്സ്.
എക്സിന്റെ വാല്യൂ എന്താ, അല്ല ബിയുടെ വാല്യൂ എന്താ, y-x/3 കൊടുക്കുമ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എയുടെ വാല്യൂ എക്സിന്റെയും വൈന്റെയും ടേംസിൽ കിട്ടും. നമുക്ക് അങ്ങനെ കിട്ടണ്ടേ, y+2x/3, ബിയുടെ വാല്യൂ y-x/3, ബിയുടെ വാല്യൂ y+2x/3. ഓക്കെ, അങ്ങനെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റുന്നുണ്ട്. ഏതൊരു എലമെന്റ് XY എടുത്താലും അവരിനെ 1-1-ന്റെയും -1-2-ന്റെയും ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റുന്നുണ്ട്. അതായത് എന്ത് ചെയ്യുന്നു, നമ്മൾ എടുക്കുന്ന സെറ്റ് R2 സ്പാൻ ചെയ്യുന്നുണ്ട്. അതായത് സ്പാൻ is equal to R2, അതായത് ലീനിയർലി ഇൻഡിപെൻഡന്റുമാണ്, സ്പാനും ചെയ്യുന്നുണ്ട്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ ബേസിസ് ഓഫ് R2. ഓക്കെ അല്ലേ. നെക്സ്റ്റ് പ്രോബ്ലം ഇതേപോലെ ബേസ് ആണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു പ്രോബ്ലം ആണ്. 1-1-1 1-2-3 2 - 1 1 ബേസ് ആണെന്ന് കാണിച്ചു കൊടുക്കാൻ. അപ്പൊ എന്ത് ചെയ്യുക, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ചെക്ക് ചെയ്യുക, സ്പാൻ ചെയ്യണ്ടോ ചെക്ക് ചെയ്യുക. ലീനിയർലി ഇൻഡിപെൻഡന്റ് ചെക്ക് ചെയ്യാൻ അവരുടെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുക, 0 ഇക്വേറ്റ് ചെയ്യുക, എളുപ്പമാണ്. ആൽഫ ബീറ്റ ഗാമ എന്ന് എടുത്തു, നോ പ്രോബ്ലം. അല്ലെങ്കിൽ A1 A2 A3 ABC ഇഷ്ടമുള്ളത് എടുക്കാം. A*1-1-1-1 പ്ലസ് ബീറ്റ ആൽഫ A1-1-1 പ്ലസ് ബീറ്റ 1-2-3 പ്ലസ് ഗാമ 2 - 1 ഈക്വൽ ടു 0. ഓക്കെ അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, ലീനിയർ കോമ്പിനേഷൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റ് ആൽഫ, സെക്കൻഡ് കോർഡിനേറ്റ് ബീറ്റ, തേർഡ് കോർഡിനേറ്റ് 2 ഗാമ അല്ലെ. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് 2 ഗാമ, ഫസ്റ്റ് കോർഡിനേറ്റ് മാത്രം ആഡ് ചെയ്യുക. അപ്പൊ എന്നിട്ടും ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് 2 ഗാമ. രണ്ടാമത്തെ കോർഡിനേറ്റ് ആയാലോ ആൽഫ പ്ലസ് 2 ബീറ്റ പ്ലസ് മൈനസ് ഗാമ. ഓക്കെ, അപ്പൊ ആൽഫ പ്ലസ് 2 ബീറ്റ മൈനസ് ഗാമ. തേർഡ് കോർഡിനേറ്റ് ആണെങ്കിൽ ആൽഫ ഇൻറ്റു 1 ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു 3 ബീറ്റ പ്ലസ് ഗാമ. ഓക്കെ, ആൽഫ പ്ലസ് 3 ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു 0 0 0. ഓരോ അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് 0 ഇക്വേറ്റ് ചെയ്യുക, സെക്കൻഡ് കോർഡിനേറ്റ് 0 ഇക്വേറ്റ് ചെയ്യുക, തേർഡ് കോർഡിനേറ്റ് 0 ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ എന്നിട്ടും ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് 2 ഗാമ 0, ആൽഫ പ്ലസ് 2 ബീറ്റ മൈനസ് ഗാമ 0, ആൽഫ പ്ലസ് 3 ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യുക. അപ്പൊ എന്താ കിട്ടുക, ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. എങ്ങനെ സോൾവ് ചെയ്യുക, ആദ്യത്തെ രണ്ട് ഇക്വേഷൻ, ഇപ്പൊ ഈ രണ്ട് ഇക്വേഷൻ ആണെങ്കിൽ അവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ഇവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആൽഫ പോയിട്ട് ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ ഇതുമായിട്ട് ചെയ്ത് നോക്കുക, സോൾവ് ചെയ്യാൻ നോക്കുക കേട്ടോ. എങ്ങനെ ചെയ്യാന്നുള്ളത് മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മൾ. ആ രീതിക്ക് സോൾവ് ചെയ്യുമ്പോൾ ആൽഫയും ബീറ്റയും ഗാമയും നമുക്ക് 0 ആയിട്ട് കിട്ടും. ഓക്കെ, എങ്ങനെ സോൾവ് ചെയ്യും, ആദ്യം രണ്ട് ഇക്വേഷൻ എടുക്കുക. എങ്ങനെ സോൾവ് ചെയ്യുക, ഇപ്പൊ ഈ രണ്ട് ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ രണ്ട് ഇക്വേഷനിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ പോയി. ഓക്കെ, 2 ബീറ്റ മൈനസ് ബീറ്റ എന്താവും, ബീറ്റ മൈനസ് ഗാമ മൈനസ് 2 ഗാമ എന്താ കിട്ടുക, -3 ഗാമ. അപ്പൊ ബീറ്റ -3 ഗാമ 0 എന്ന് കിട്ടി. ഈ ഇക്വേഷനും ഈ ഇക്വേഷനും കൂടി കമ്പൈൻ ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്യുക, ഈ ത്രൂ ഔട്ട് ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, 3 ബീറ്റ ഉണ്ടല്ലോ ഇവിടെ, 3 ബീറ്റ, അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്നിട്ടും 3 ബീറ്റ ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെ ആൽഫയുടെയും ഗാമയുടെയും ഇക്വേഷൻ ആവും. അതങ്ങനെ സോൾവ് ചെയ്ത് തരുമ്പോൾ നമുക്ക് ആൽഫ ബീറ്റ ഗാമയുടെ വാല്യൂ കിട്ടും. കിട്ടിയില്ലെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ സോൾവ് ചെയ്ത് അയച്ചുതരാം. ഓക്കെ, അപ്പൊ നോക്കൂ, ആൽഫ ബീറ്റ ഗാമയുടെ വാല്യൂ 0 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ആൽഫ ബീറ്റ ഗാമ 0 ആണെങ്കിൽ എന്താ കിട്ടുക, വിച്ച് മീൻസ് ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ക്ലിയർ. സോ ഇനി എന്ത് ലീനിയർ സ്പാനും കൂടി എടുക്കുക. അപ്പം R3 ജനറൽ എലമെന്റ് എങ്ങനെ, ഓർഡർ ട്രിപ്ലെറ്റ്. അപ്പൊ ഓർഡർ ട്രിപ്ലെറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ A ഇൻറ്റു ഫസ്റ്റ് കോർഡിനേറ്റ്, അല്ലെങ്കിൽ ഇവിടെ ആൽഫ ബീറ്റ ഗാമ നിർത്താലും മതി കേട്ടോ. A*1-1-1 പ്ലസ് ഇത് ലീനിയർ കോമ്പിനേഷൻ എടുക്കുക, എന്തിനോട് ഇക്വേറ്റ് ചെയ്യുക, XYZ ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ എന്താ 0 ഇക്വേറ്റ് ചെയ്തതിന് പകരം XYZ എന്ന് പറഞ്ഞ ജനറൽ എലമെന്റിനോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ എന്താ, A പ്ലസ് 2B പ്ലസ് C, നമുക്ക് തൊട്ട് മുന്നേ ആൽഫ ബീറ്റ എഴുതിയ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, എഴുതാൻ എളുപ്പമുണ്ടാവും. അതെന്ത് ചെയ്യുക, XYZ ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, A എന്ന് പറയുന്നത് XYZ ടേംസിൽ, B എന്ന് പറയുന്നതും XYZ ടേംസിൽ, C എന്ന് പറയുന്നതും XYZ ടേംസിൽ കണ്ടുപിടിക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, സോൾവിങ് 1 2 and 3 വിൽ ഗെറ്റ് x പ്ലസ് y മൈനസ് z ഈക്വൽ ടു A ഈക്വൽ ടു x പ്ലസ് y മൈനസ് z. എങ്ങനെ സോൾവ് ചെയ്യുക, മുന്നേ ചെയ്തിരുന്ന പോലെ സബ്ട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ 2b ക്യാൻസൽ ആവും. എന്നിട്ട് എയും സിയും മാത്രം വരും. ദെൻ ഇവർ തമ്മിൽ സോൾവ് ചെയ്യുമ്പോൾ വീണ്ടും എ സിയുടെ ഒരു ഇക്വേഷൻ വരും. അത് തമ്മിൽ സോൾവ് ചെയ്യുമ്പോൾ എയും സിയും കിട്ടും. ആ എയും സിയുടെ വാല്യൂ ഇവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുമ്പോൾ ബിയുടെ വാല്യൂ കിട്ടും. അങ്ങനെയാണ് സോൾവ് ചെയ്യുക. സോ A ഈക്വൽ ടു x പ്ലസ് y മൈനസ് z എന്ന് കിട്ടും. ബിയുടെ വാല്യൂ -2x മൈനസ് y പ്ലസ് 3z/5 എന്ന് കിട്ടും. ഏതെങ്കിലും ഒന്ന് ചെയ്യണോ, ചെയ്തല്ലെങ്കിൽ പറഞ്ഞാൽ മതിട്ടോ, ഞാൻ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അയച്ചു തരാം. നോക്കൂ, അല്ലെങ്കിൽ ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കേ. ഇതെങ്ങനെ സോൾവ് ചെയ്യും, ഇവർ സോൾവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, 2b മൈനസ് ബി, ഇത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്താ കിട്ടുക, A ക്യാൻസൽ ആയി, ബാക്കി 2b മൈനസ് ബി എന്താ, b മൈനസ് c മൈനസ് 2c മൈനസ് 3c ഈക്വൽ ടു y മൈനസ് എക്സ്. ഓക്കെ, b മൈനസ് 3c ഈക്വൽ ടു y മൈനസ് എക്സ്. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, അപ്പോഴും 2b മൈനസ് ബി എന്താ കിട്ടുക, b അല്ലെ, b മൈനസ് c മൈനസ് c അത് ക്യാൻസൽ ആയിട്ട് പോകും. എയും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ c മൈനസ് 2c, അപ്പോൾ c പ്ലസ് b പ്ലസ് 2c ഈക്വൽ ടു z മൈനസ് y. ഇവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ എന്താ കിട്ടുക, ഇവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ b മൈനസ് ബി ക്യാൻസൽ ആയിട്ട് പോയി, 2c മൈനസ് 5c
5c ഈക്വൽ ടു ഇത് രണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ z മൈനസ് y പ്ലസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എന്താ കിട്ടുക? 5c ഈക്വൽ ടു ഈ വാല്യൂ. അപ്പൊ c ഈക്വൽ ടു അല്ലെങ്കിൽ 5c ഈക്വൽ ടു ഒന്നും കൂടി എഴുതി കഴിഞ്ഞാൽ z മൈനസ് 2y പ്ലസ് എക്സ്. ഓക്കെ അല്ലേ? അതിന് c എന്താ കിട്ടുക? c ഈക്വൽ ടു z മൈനസ് 2y പ്ലസ് എക്സ് ബൈ 5. കിട്ടിയില്ല, സിയുടെ വാല്യൂ ഡയറക്ട്ലി കിട്ടി. അതല്ലേ ഇവിടെ കിട്ടിയത് സിയുടെ വാല്യൂ? അതെ, z മൈനസ് നമ്മൾ ഓർഡർ മാറിയതേ ഉള്ളൂ. z ഉണ്ട് പ്ലസ് z തന്നെയാണ്, പ്ലസ് എക്സ് മൈനസ് 2y ബൈ 5. ശരിയല്ലേ? സിയുടെ വാല്യൂ കിട്ടി. ഈ സിയുടെ വാല്യൂ ഈ ഇക്വേഷനിൽ കൊടുക്കുക. ബിയും സിയും കൂടെ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ബിയുടെ വാല്യൂ കിട്ടും. ആ കിട്ടിയ ബിയുടെ വാല്യൂ എയും ബിയും കൂടെയുള്ള ഇക്വേഷനായ ഈ ഫസ്റ്റിൽ കൊടുക്കുക. അപ്പൊ എയുടെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് സോൾവ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇതിപ്പോ ഒരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ രീതിയിൽ സോൾവ് ചെയ്യുമ്പോൾ എ ബി സിയുടെ വാല്യൂ കിട്ടുന്നത് ഇങ്ങനെയാണെന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോൾവിംഗ് മെത്തേഡ് ഒന്നും ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ അതുപോലെ ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അത് സോൾവ് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യുക? അപ്പൊ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാ? എയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഒരു ലീനിയർ കോമ്പിനേഷനിൽ എ ബി സിയുടെ വാല്യൂ കൊടുക്കുക. എയുടെ വാല്യൂ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു 1 1 1 പ്ലസ് ബിയുടെ വാല്യൂ കൊടുത്തു ഇൻറ്റു 1 2 2 1 2 3. സിയുടെ വാല്യൂ കൊടുക്കുന്നു 2 മൈനസ് 1 1. അതായത് ഏതൊരു എലമെന്റ് എക്സ് വൈ സെഡ് എടുത്താലും അതിന് ഈ ഒരു 3 എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റുന്നുണ്ട്. വിച്ച് മീൻസ് R3നെ എസ് സ്പാൻ ചെയ്യുന്നുണ്ട്. അതായത് സ്പാൻ ചെയ്യുന്നതുകൊണ്ട് ഓൾറെഡി ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നും പ്രൂവ് ചെയ്തു. അപ്പൊ എന്താ കിട്ടുക? അത് ബേസ് ആണെന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വരുന്ന പ്രോബ്ലം എസ് ഈക്വൽ ടു 1x(x²). ഇതെന്ന് പറയുന്നത് P2ന്റെ ബേസ് ആണെന്ന് കാണിക്കാം. ഓക്കെ, ഈസ് എ ബേസിസ് ഫോർ P2. നമ്മൾ 1x എക്സെട്ര എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് Pnന്റെ ബേസ് ആണെന്ന് കാണിച്ച പോലെ ഇതിന്റെ ബേസ് ആണെന്ന് കാണിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്യുക? ലീനിയർ കോമ്പിനേഷൻ എടുക്കുക. 1x(x²) ലീനിയർ കോമ്പിനേഷൻ 0 ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ആൽഫ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ഗാമ ഇൻറ്റു x², 0 ആണ്. അപ്പം മീനിങ് എന്താ? ഓരോ ടേം ബൈ ടേം 0 അല്ലെ? ആൽഫ 0 ബീറ്റ 0 ഗാമ 0, വിച്ച് മീൻസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇനി എന്ത് ചെയ്യുക? സ്പാൻ ചെയ്യേണ്ടത് കാണിച്ചെടുക്കുക. ഏതൊരു എലമെന്റ് നമ്മൾ a0 ഇതായിരിക്കും അവിടെ P2 ജനറൽ എലമെന്റ്. കാരണം അവിടുത്തെ എലമെന്റ്സ് ഒക്കെ ആരാ? ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയിട്ടുള്ള പോളിനോമിയൽസ്. അതിന്റെ ജനറൽ ഫോം എന്താ? a0 പ്ലസ് a1x പ്ലസ് a2x². ഇതായിരിക്കും അടുത്തൊരു പോളിനോമിയലിന്റെ ഫോം. അപ്പൊ നോക്കൂ, 1ന്റെയും എക്സിന്റെയും x²ന്റെയും ലീനിയർ കോമ്പിനേഷൻ അല്ലേ എഴുതിയിരിക്കണേ? അല്ലേ? ഡയറക്ട്ലി കിട്ടി നമുക്ക്. അപ്പോൾ എന്ത് പറയാൻ പറ്റും? സ്പാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റുമാണ്. സ്പാൻ എസ് ഈക്വൽ ടു P2 ആണ്. അതേപോലെ എസ് ലീനിയർലി ഇൻഡിപെൻഡന്റുമാണ്. അതുകൊണ്ട് എസ് എ ബേസിസ് ഓഫ് P2. ജനറലി 1x എക്സെട്ര എക്സ് റേസ് ടു n ആണ് Pnന്റെ ബേസിസ്. P2 ആണെങ്കിൽ 1x(x²). P3 ആണെങ്കിൽ 1x(x²) x³ കൂടി P3യുടെ ബേസിസ് ആവും. ഓക്കെ, താങ്ക് യു.